ഹായ്, ഞാൻ എന്നിട്ട് വേറോസ് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരും കൂടി മെസ്സേജ് അയച്ചിട്ട് വേക്കൻസി വല്ലതും ഉണ്ടോ ബ്രോ എന്ന് ചോദിച്ചു. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് പേർക്ക് വേണ്ടി അറിയാൻ വേണ്ടി പറയുകയാണ്. എൻ്റെ കമ്പനിയിൽ ഈ ക്ലീനേഴ്സിനെ സപ്ലൈ കമ്പനി വഴിയാണ് എടുക്കുന്നത്. അതിൽ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു 2 മാസം. പുള്ളി ഈ ദുബായിൽ വന്നിട്ട് തന്നെ 2 മാസമായിട്ടേ ഉള്ളൂ. ആ പുള്ളിയുടെ ഈ ദുബായിലെ ബ്രാഞ്ചും വേറെ എവിടെയോ ഉള്ള ബ്രാഞ്ച് ക്ലോസ് ചെയ്യുവാണ്, 3 മാസത്തേക്ക് നാട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുക. ഞാനുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. 2 മാസമായുള്ളൂ ദുബായിൽ വന്നിട്ട്. അത് സ്വന്തം ചെലവിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകും. ഇനി തിരിച്ച് വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നും പറഞ്ഞിട്ടാണ് വിടുന്നത്. അതായത് ഇവിടെ ഉള്ളവർക്ക് തന്നെ ഇവിടെ ഇപ്പൊ ജോലിയില്ല. അപ്പൊ ഈ നാട്ടിൽ നിൽക്കുന്നവർക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ വിസിറ്റ് വിസ എടുത്ത് ഇവിടെ ഒന്ന് ജോലി നേടുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. ഒന്നാമതേ നല്ല എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇവിടെ കിട്ടാൻ നല്ല പാടാണ്. അതുപോലെ ഈ വെയർഹൗസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇതൊരു ടെമ്പററി ജോബായിട്ടാണ് നിൽക്കുന്നത്. മാക്സിമം 1.5 കൊല്ലം നിൽക്കുക, ലൈസൻസ് എടുക്കുക, ഈ കമ്പനി തന്നെ ബെറ്റർ പൊസിഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കയറുക, അല്ലെങ്കിൽ മാറി കയറുക. അല്ലാതെ ഒരു പ്രൊഫഷണൽ ജോബായിട്ട് പെർമനന്റ് ജോബായിട്ടൊന്നും എടുക്കാനുള്ള ഫീൽഡ് അല്ല ഇത്. അതിനും വേണ്ടി മാത്രം സാലറി പാക്കേജ് ഒന്നും തന്നെ ഇല്ലെന്ന്. മിക്ക കമ്പനികളും ഇപ്പം ഇങ്ങനെ തന്നെയാണ്. എംപ്ലോയീസിനെ എല്ലാം നാട്ടിലോട്ട് വിടുന്നുണ്ട്. വിളിക്കുമ്പോൾ ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്, ലീവിന് ഓൾറെഡി പോയവരെ ഇനി വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. നമ്മുടെ കമ്പനിയും ഏകദേശം തീരുമാനമായി വരുന്നുണ്ട്. 2-3 മാസം കൂടി ഇതുപോലെ വാർ നിൽക്കുവാണെങ്കിൽ മൊത്തത്തിൽ സീനാണ്. ഇവിടെ എല്ലാ ബിസിനസ്സും ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ആയാലും ജോലിയും കിട്ടാൻ എല്ലാവർക്കും പുതിയതായിട്ട് വരുന്നവരെല്ലാം പെട്ട് കിടക്കും. സോ ഞാനിപ്പോ ജോലി അന്വേഷിച്ച് വരുന്നത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. 2-3 മാസം വെയിറ്റ് ചെയ്തിട്ട് നോക്കുക.